ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു ട്രിയോസിസ് കോർണർ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ട പോലെ ജ്യൂസ് തിളപ്പിക്കുമെന്നല്ല കേട്ടോ. അത് ഞാനൊരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 5-6 വർഷമായി ഞാനത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടാബ്ലറ്റിൻ്റെ ബ്രാൻഡാണ് ബെറോക്ക. അത് ഏകദേശം ഒരു 3 വർഷമായി യൂസ് ചെയ്യുന്നു. അതിൻ്റെ മുന്നേ വേറൊരു ബ്രാൻഡായിരുന്നു. അത് കുവൈറ്റിൽ ഉള്ള സമയത്ത് വേറെ ആയിരുന്നു. അതിൻ്റെ പേര് ശരിക്കും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഈ 2 എണ്ണം കഴിച്ചിട്ടും പ്രത്യേകിച്ച് നമുക്കൊരു സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഇനി ഷെയർ ചെയ്തു എന്ന് കരുതി നിങ്ങൾ ഓടിപ്പോയിട്ട് ഇത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫാർമസി പോയിട്ട് വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. എന്തൊരു മരുന്നാണെങ്കിലും അത് വൈറ്റമിൻ ടാബ്ലറ്റ് ആണെങ്കിൽ പോലും ഡോക്ടറോട് ചോദിക്കാതെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ബെറോക്ക എന്ന് പറഞ്ഞ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് 4 ഫ്ലേവേഴ്സിലാണ് കിട്ടാറ്. ഓറഞ്ച് ഫ്ലേവർ, മാംഗോ ഫ്ലേവർ, മിക്സ്ഡ് ബെറീസ്, ബ്ലാക്ക് കറൻറ്റ്. പിന്നെ അതുപോലെ ഇത് നല്ലൊരു എനർജി ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങളിവിടെ ഞാനും ഹസ്ബൻഡും കുട്ടികളും കഴിക്കാറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ രാവിലെ തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ നമുക്കൊരു ചുറുചുറുക്ക് എന്നൊക്കെ പറയില്ല, അതുണ്ടാവും. ഒരു മടിയൊന്നും തോന്നൂല. പിന്നെ ഡെയിലി അതിൽ കഴിക്കാൻ പറ്റും. ഡോക്ടറാണെങ്കിലും ഡെയിലി കഴിക്കണോണ്ട് ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഒന്നും ഞങ്ങൾ കഴിക്കാറില്ല. ആഴ്ചയിൽ 2 ദിവസമാണ് കഴിക്കാറുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദിവസം എന്താണ് വൈറ്റമിൻ ബിക്കും സിക്കും എന്നുള്ളതൊക്കെ അറിയില്ല, അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ ഇതിൽ ഓൾറെഡി ഈ ഒരു ബോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് 12 വയസ്സിന് മേലുള്ളവർക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കിഡ്നി പ്രോബ്ലം ഉള്ളവരും പ്രഗ്നൻറ്റ് ലേഡീസും ബ്രസ്റ്റ് ഫീഡിങ് ലേഡീസും ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഓൾറെഡി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെയിലി 1 ടാബ്ലറ്റ് യൂസ് ചെയ്യാമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഡോക്ടേഴ്സും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. പക്ഷേ ഞങ്ങളത് കഴിക്കാറില്ല. വീക്ക്ലി 2 മാത്രമാണ് കഴിക്കാറുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ആ ബോട്ടിലുള്ളത്. പിന്നെ ഒരു ബോട്ടിലുള്ളത് 15 ടാബ്ലറ്റ്സ് ആണ്. ഇത് എഫർവെസൻ ടാബ്ലറ്റ്സ് ആണ്. എഫർവെസൻ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ബബിൾസ് ആയിട്ടാണ് അതിങ്ങനെ ബബിൾസായിട്ട് അങ്ങനെ അലിഞ്ഞു പോവുക ചെയ്യുക. അങ്ങനത്തെ ടാബ്ലറ്റ്സിനാണ് നമ്മൾ എഫർവെസൻ ടാബ്ലറ്റ് എന്ന് പറയാം. പിന്നെ വൈറ്റമിൻ ബിൻ്റെയും സിൻ്റെയും പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അത് നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിലും ബോഡിയിൽ അത് സ്റ്റോർ ചെയ്യില്ല. അത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും. വേസ്റ്റ് മെറ്റീരിയൽസിൽ കൂടെ അത് പുറത്തേക്ക് പോകും. അപ്പോൾ ആവശ്യത്തിനുള്ളത് നമുക്ക് അന്നന്ന് കിട്ടണം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഈ ഒരു ടാബ്ലറ്റ് ആണെങ്കിലും എനർജി ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ക്ഷീണമൊന്നും ആ ദിവസങ്ങളിൽ ഉണ്ടാവാറില്ല. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു സാധനം, ഇമ്മ്യൂണിറ്റി വൈറ്റമിൻ സി എന്നൊക്കെ നമ്മൾ 3-4 വർഷം മുന്നേ ഒരുപാട് കേട്ടൊരു സംഭവമാണ് അല്ലേ. ഒരു വലിയൊരു അസുഖം ഈ ലോകത്തിനെ ഫുള്ളായിട്ട് പൊതിഞ്ഞപ്പോൾ കേട്ടൊരു സംഭവമാണ്. കുട്ടികൾക്ക് പോലും എന്താണ് ഇമ്മ്യൂണിറ്റി വൈറ്റമിൻ സി എന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള മിനറൽസാണ് മാഗ്നീഷ്യം, സിങ്കും. അപ്പോൾ ഞാൻ കുവൈറ്റിൽ നിന്ന് യൂസ് ചെയ്തതിൽ കാൽഷ്യം കൂടി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇതിലതില്ല, മാഗ്നീഷ്യം സിങ്കും കൂടിയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇത് വേറൊരു കാര്യം പറയാനുള്ളത്, വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഇതിന്ന് ഞങ്ങൾക്കിപ്പോൾ ഈ 2 ദിവസമാണ് ആഴ്ചയിൽ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തെന്നാണ് ഫ്രൂട്ട്സ് എന്നോ വെജിറ്റബിൾസ് നാരങ്ങ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ നെല്ലിക്കൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കും. അപ്പോൾ അന്നന്നൊക്കെയുള്ള വൈറ്റമിൻ ബിയും സിയും കിട്ടും. അപ്പോൾ അത് മതി, ഡെയിലി കഴിക്കണമെങ്കിലും അത് മതി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് ഞങ്ങളങ്ങനെ ശീലം ആയപ്പോൾ കഴിച്ചു എന്ന് മാത്രം. അതിന് പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത കാരണം മാത്രം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. പിന്നെ വേറെ ഇത് സാധാ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലാണ് നമ്മൾ ആ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ട് കുടിക്കുക. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല, അത് അലിഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാം. അപ്പോൾ അതൊരു സോഡ വാട്ടറിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ ഒരു തരിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ കോള അല്ലെങ്കിൽ പെപ്സി ഒന്നും കുടിക്കുന്ന പോലെ സാധാ ഏത് ഫ്ലേവറാണോ അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ജ്യൂസ് കുടിക്കുന്ന ഫീലിംഗേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെള്ളം എടുക്കുക, അതൊന്നൊരു ടാബ്ലറ്റ് എടുക്കുക, അതിലിടുക, കുടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പറയണമെന്നില്ല, സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത കാരണം നിങ്ങൾ ട്രൈ ചെയ്ത അഭിപ്രായം പറയുമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇതൊരു മെഡിസിൻ ആയ കാരണം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരോടും പറയണില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നും കൂടി പറയാം. പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇങ്ങനത്തെ മരുന്നുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറോട് ചോദിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കരുത്. അത് വീട്ടിൽ ഇപ്പോൾ എനിക്ക് പറ്റുന്ന മരുന്ന് എൻ്റെ മക്കൾക്ക് പറ്റണമെന്നില്ല. അത് മരുന്ന് എന്നല്ല, ഒരു ബോഡി ക്രീമോ ഓയിൻമെൻറ്റോ എന്താണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിലും ശ്രദ്ധിക്കുക. പ്രഗ്നൻറ്റ് ലേഡീസ് പാരസെറ്റമോൾ പോലും അങ്ങനെയൊന്നും യൂസ് ചെയ്യരുതെന്നല്ലേ പറയാം, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്.
അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മരുന്ന്. ഈ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. അത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിളക്കുന്ന കാര്യം നിൽക്കും, അതിൻ്റെ അർത്ഥം അത് ഡിസോൾവ് ആയി. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.